ആ ചേട്ടൻ 5 പേരൊക്കെ കൊന്നേ. ആ ചേട്ടനുണ്ടല്ലോ ഡ്രഗൊക്കെ യൂസ് ചെയ്തിട്ട് ആ ചേട്ടന് ബോധമില്ലാണ്ടായിപ്പോയി. അതിൻ്റെ അമ്മേനെയും പിന്നെ ആൾക്കാരെയും ഒന്നും കണ്ടു മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയാതെ വന്നു. അതുകൊണ്ടാണ് ആ ചേട്ടൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് പറയണത് ഡ്രഗ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് എന്ന്. അമ്മ ഈ ഡ്രഗ് വെച്ചെന്താ അതുകൊണ്ടല്ലോ കുഞ്ഞൂസേ, ചില ആളുകള് പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ ലഹരിക്ക് വേണ്ടി യൂസ് ചെയ്യും. അതാണ് ഡ്രഗ്. അപ്പൊ ഈ ഡ്രഗ് യൂസ് ആരെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടാൽ നമ്മളത് പോലീസിനെ ഇൻഫോം ചെയ്യണം. ടീച്ചറോട് പറഞ്ഞ് ആരെങ്കിലും അറിയാത്തവർ വിട്ടാൽ ആ കഴിക്കാനുള്ളത് സ്കൂളിൽ വീഡിയോ അടിച്ചത് ഒരു നമ്പർ അതായിരുന്നു ഡ്രഗ്സ് കിട്ടിയ വിളിച്ച് പറയാനുള്ളത്. അമ്മേ എന്റെ സൂപ്പർ കാർ എവിടെ? അമ്മ എന്താ പറയണത് കേൾക്കില്ല. എന്താ നോക്കിട്ടല്ല. അമ്മ എന്റെ സൂപ്പർ കാർ ഇവിടെ, റെഡ് സൂപ്പർ കാർ. ഇന്നലെ നിങ്ങൾ അപ്പുറത്തെ റൂമിലല്ലേ ഇരുന്ന് കളിച്ചേ? അപ്പൊ അവിടെ പോയി നോക്കിക്കേ, പപ്പയുടെ റൂമിൽ എങ്ങാനുണ്ടോ. പിന്നെ ഞാൻ പപ്പയുടെ റൂമിൽ സൂപ്പർ കാർ നോക്കിട്ട് വരാം. ഇതെന്താ? ഡ്രാഗസ് മാഡ്രാഗസ് സഫി. ഇത് മാഡ്രാഗസാ? അയ്യോ പപ്പ ഡ്രഗ്സ് ഉപയോഗിക്കുവാ. ഡ്രഗ്സോ? ഇതെവിടുന്നാ നിനക്ക് കിട്ടിയേ? പപ്പയുടെ റൂം. ഇത് ഡ്രഗ്സ് ഒന്നും അല്ല. ഇതെന്തോ മൂക്കിപ്പൊടി എന്തോ. പപ്പ ജലദോഷത്തിന് മൂക്കി വരിക്കാൻ മേടിച്ചതാ. ഇത് ഡ്രഗ്സ് ഞാൻ വായിച്ചതാ. എന്നാ പപ്പ വരട്ടെ, പപ്പയോട് ചോദിക്കാം. അങ്ങ് വെച്ചേക്ക്, പപ്പ വരുമ്പോ ചോദിക്കാം നമുക്ക്. എനിക്ക് പപ്പയുടെ റൂമിൽ നിന്ന് ഡ്രഗ്സ് കിട്ടി. എന്നാൽ നമുക്ക് പോലീസിനെ വിളിച്ചു പറയാം. നീ അമ്മയുടെ ഫോൺ എടുത്തോണ്ടോ? ഓക്കെ. ഫോൺ പോലീസിനെ വിളിച്ച പപ്പയെ പിടിച്ചോണ്ട് പോകത്തില്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ആവത്തില്ലേ? പക്ഷെ എല്ലാരും പറയാറുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കണ്ടാ പോലീസിനെ വിളിക്കുന്നത്. ഹലോ, ഇത് യോദ്ധാവല്ലേ? ഞങ്ങളുടെ വീട്ടില് പപ്പ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സാപ്പിൽ ഫോട്ടോ അയക്കാം. നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അധികാരപ്പെട്ടവരെ അറിയിക്കുക. ഒരുപക്ഷെ ചെറിയൊരു ഉപദേശം കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ സാധിച്ചേക്കാം. അങ്ങനെ രക്ഷിക്കുന്നതിലൂടെ ഒരുപക്ഷെ ഭാവിയിൽ വരാനിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ വലിയൊരു ദുരന്തം നമുക്ക് ഒഴിവാക്കുവാനും അതിലൂടെ നാടിനെ നമുക്ക് രക്ഷിക്കുവാനും സാധിച്ചേക്കാം.